ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ എനിക്ക് ഏറെ സ്പെഷ്യലായിട്ടുള്ളതാണ്. എൻ്റെ കുഞ്ഞിലെ മുതൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണിത്. ബീഫ്, ചിക്കൻ എല്ലാം കറി വയ്ക്കുമ്പോഴും പിന്നെ സാമ്പാർ വയ്ക്കുമ്പോഴും എല്ലാം അതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു ഐറ്റം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉഷാറായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടി നമുക്ക് 2-3 കഷ്ണം നല്ല ഇഞ്ചി എടുക്കണം. കഴുകി നുറുക്കി, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി വേണം. ഇതെല്ലാം കൂടി ഇത് രണ്ടും കൂടി ചതച്ചിട്ട് മാറ്റി വയ്ക്കാം. 4-5 പച്ചമുളക്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു അത്രയും ഉള്ള പുളി. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മാറ്റി വയ്ക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് പിഴിഞ്ഞെടുക്കാം. വയ്ക്കാൻ ഏറ്റവും നല്ലത് ചെറിയ മൺചട്ടിയാണ്. അപ്പോൾ നമുക്ക് മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചതച്ച് വെച്ചിരുന്നതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. കയ്യിലെടുക്കാതെ തന്നെ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അതിങ്ങനെ ചട്ടിയുടെ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കരിയാതെ തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഞാൻ ഇടുന്നത് സാദാ മുളക് പൊടിയാണ്. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ ഫ്ലെയിം വളരെ ലോ ആയിട്ട് തന്നെ ഇടണം. അതിന് ശേഷം നമുക്ക് പുളി വെള്ളത്തിലിട്ട് കൊടുത്ത് വെച്ചിരുന്നത് കൂടി പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ എടുക്കാം പുളി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ശർക്കര കൂടി ഇടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി. ഇനി നമുക്കതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഇത്ര വലുപ്പത്തിലുള്ള ഒരു ശർക്കര കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അത് അലിയണ വരെയും അത് ഉടച്ചതിലേക്ക് ചേർക്കണം തിളക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ പാകമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതേപോലെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.